നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹീലിങ്സ് എന്താണെന്നും എങ്ങനെ ഹീലിങ്സ് വർക്ക് ആവുമെന്നും ആരാണ് ഒരു ഹീലർ എന്നും ഒക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ ഹീലിങ്സ് ധാരാളം കേട്ടിട്ടുണ്ടല്ലേ. ഈ ഇടയായിട്ട് ഒരുപാട് ഹീലിങ്സിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ഹീലിങ്സ് പഠിക്കുന്നുണ്ട്. സെൽഫ് ഹീൽ ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനെയും എൻ്റെ ഫ്രണ്ട്സിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഹീലേഴ്സ് ഇപ്പോൾ വളർന്നുകൊണ്ടേയിരിക്കാം. സോ ഇതിൽ കുറേ ലോജിക്കൽ തിങ്കേഴ്സ് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സോ ഇന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെ ഹീലിംഗ് വർക്ക് ആവുന്നു എന്നുള്ളതൊക്കെ പരിചയപ്പെടുത്താവുന്നതായിരിക്കും. സോ നമ്മൾക്ക് ഫിസിക്കൽ ബോഡി, ഫിസിക്കൽ ബോഡീനെ നമ്മൾ കവർ ചെയ്തുകൊണ്ട്, അതായത് നമ്മൾക്ക് 7 ലെയേഴ്സ് ആയിട്ട് എനർജി ബോഡീസ് ഉണ്ട്. അത് നമ്മൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ 7 തലത്തിൽ നമ്മൾക്ക് എനർജി ബോഡീസ് ഉണ്ട്. നമ്മൾക്ക് എനർജി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അതൊരു ഫീലാണ്. അതെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊരു ഫീലാണ്. എങ്ങനെ ഇപ്പം നമുക്കൊരു കല്യാണ വീട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു എനർജി ആയിരിക്കത്തില്ല നമ്മൾ മരണ വീട്ടിൽ പോകുമ്പോൾ, അല്ലെ, അല്ലെങ്കിൽ ഒരു അടിയും വഴക്കും ഉള്ള ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നതോ മാർക്കറ്റിൽ പോയി നിൽക്കുന്നതോ ആ ഒരു ഫീലല്ല നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴോ ഒക്കെ കിട്ടുന്ന ഫീൽ. അതല്ല, അതൊരു എനർജിയാണ്. അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മറ്റടുത്ത് പോകുമ്പോൾ ഒരു ബാഡ് ഫീൽ, ഒരു നെഗറ്റീവ് ഫീല്. ഇത് നമ്മൾ അങ്ങനെ എനർജി എല്ലാവരും സെൻസ് ചെയ്തിട്ടുള്ളത്. ഏത് കൊച്ചു കുഞ്ഞിന് പോലും ആ ഒരു എനർജി മനസ്സിലാക്കാൻ പറ്റും. അത് ഗുഡാണോ ബാഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ അതാണ് എനർജി. ഇവിടെ നമ്മൾക്ക് ഈ എനർജി ഫിസിക്കൽ ബോഡിയിൽ എത്തുന്നതിന് മുമ്പിട്ട് അസുഖങ്ങളെല്ലാം നെഗറ്റീവ് എനർജിയാണ്. ഓക്കെ, ഈ ഓറയിലെ തട്ടിയാണ് നമ്മളുടെ ഫിസിക്കൽ ബോഡീനെ, ഓറേനെ അറ്റാക്ക് ചെയ്തിട്ടാണ് ഫിസിക്കൽ ബോഡിയിൽ ഈ എനർജി എത്തുന്നതും അവിടെ നെഗറ്റീവ് എനർജി ആകുന്നതും അത് അസുഖങ്ങളായിട്ട് ഫോം ആവുന്നതും. സോ ഒരു ഹീലർ ചെയ്യുന്നത് ആ നെഗറ്റീവ് എനർജീസിനെ, അതായത് എനർജി ബോഡീസിലുള്ള നെഗറ്റീവ് എനർജീസിനെ ക്ലെൻസ് ചെയ്ത് വൈപ്പ് ഓഫ് ചെയ്തിട്ട് അവിടെ പോസിറ്റീവ് എനർജി നിറയ്ക്കുമ്പോൾ അതിൻ്റെ സൗഖ്യം, അതിൻ്റെ ഒരു ഹീലിംഗ് നമ്മളുടെ ഫിസിക്കൽ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഹീലായി എന്നുള്ളത്. ഇതെങ്ങനെ നമ്മൾക്ക് പോസിറ്റീവ് എനർജി എങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും? അതൊരു ഹീലറിന് അതിനെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ചാനലൈസ് ചെയ്ത് അതിനു വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ളവരായിരിക്കും ഹീലർ. പക്ഷേ നമ്മൾ എല്ലാവരും ആരാണ് ഒരു ഹീലർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഹീലേഴ്സ് ആണ്. വി ആർ ബോൺ ഹീലേഴ്സ്. നമ്മൾക്ക് ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുമല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മൾക്ക് മറുപടിയൊക്കെ തന്ന് അതിനൊരു സൊല്യൂഷനൊക്കെ തന്ന അവിടെ ഹീലിംഗ് നടക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹീലിംഗ് ആവുന്നുണ്ട്. കുറച്ച് കരയുമ്പോൾ നമ്മൾ ഹീലാവുന്നുണ്ട്. സോ നമ്മളുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ബോൺ ഹീലർ ഉണ്ട്. ഇവിടെ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഹീൽ ചെയ്യുമ്പോൾ സെൽഫ് ഹീലിംഗ് ചെയ്യുന്നു, ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യുന്നു. ഇത് ഹീലിംഗ് ഒരാളിൽ എത്തുന്നത്, ആ എനർജി ബോഡീസിൽ എത്തുന്നത് അതൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഹീലർ ആയിരിക്കും. അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് നമ്മൾ പഠിച്ചൊരു വ്യക്തിയായിരിക്കും മറ്റൊരാളെ ഹീൽ ചെയ്യുന്നത്. അവർ മെഡിറ്റേഷൻ ചെയ്യുന്നുള്ളവരായിരിക്കും. പോസിറ്റീവ് എനർജി അവരുടെ ഉള്ളിൽ അവർ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജി നിറച്ചിട്ടുള്ളവരായിരിക്കും. സോ ഇങ്ങനൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഒരു ഹീലർ. അവർക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള അതിനുള്ള ഒരു ഇനിഷ്യേഷൻ കിട്ടിയിട്ടുള്ളവരായിരിക്കും, ദീക്ഷ കിട്ടിയിട്ടുള്ളവരായിരിക്കും. സോ അതിന് പലതരത്തിലുള്ള ഹീലിങ്സ് ഉണ്ട്, ഹീലിംഗ് മൊഡാലിറ്റീസ് ഉണ്ട്. എല്ലാത്തിനും നമ്മൾക്കൊരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. കാരണം എന്നാലേ നമ്മൾക്ക് ആ ഒരു ഗൈഡൻസിലൂടെ പോയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾക്ക് ആ എനർജീനെ സെൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനെയാണ് ഹീലിംഗ് വർക്ക് ആവുന്നത്. നമ്മുടെ ഓരോ ബോഡിയിൽ നമ്മൾ എനർജി ബോഡീസിനെ ആണ് ഒരു ഹീലർ ക്ലെൻസ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരുപാട് ഹീലിംഗ് മൊഡാലിറ്റീസ് ഉണ്ട്. ഇതിൽ ആത്മസൗഖ്യ ഏകദേശം 7-8 ഹീലിംഗ് മൊഡാലിറ്റീസ് പഠിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു സെൽഫ് ഹീലർ ആവണം എന്നുണ്ടെങ്കിൽ, സെൽഫ് ഹീലിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കുടുംബത്തെയോ ഒക്കെ നിങ്ങൾക്ക് ഹീൽ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒരു ഗൈഡൻസിലൂടെ നിങ്ങൾ പോകുന്നത് നല്ലതായിരിക്കും. ആൻഡ് വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. കാരണം ഒരുപാട് ഹീലേഴ്സ് ഉണ്ടാവണം. ഒരുപാട് ഹീലേഴ്സ് നമ്മൾക്ക് ഉണ്ടായി നമ്മൾക്ക് നമ്മുടെ മദർ എർത്തിനെ നമ്മൾക്ക് ഹീൽ ചെയ്യാൻ പറ്റണം. അതിൻ്റെ റിഫ്ലക്ഷനിലൂടെ
ലോകം മുഴുവൻ സൗഖ്യത്തിലാവണം, സമസ്ത ലോകവും സൗഖ്യത്തിലാവണം. ഇതിന് നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായിട്ടുള്ള പാർട്ട് ഹീലിങ്സ് ചെയ്താൽ വേൾഡ് വിൽ ബി മോർ ബ്യൂട്ടിഫുൾ. സോ എല്ലാവർക്കും ഹീലിങ്സിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്ക് കുറേയും കൂടെ ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുപോലുള്ള ടോപ്പിക്സ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ദാറ്റ് വിൽ ബി വെരി സപ്പോർട്ട് ഫോർ മീ. സോ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾക്ക് കാണാം. സോ താങ്ക് യു സോ മച്ച്.